ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകൻ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഒരു വനത്തിൽ ഒരു കാക്ക വളരെ സന്തോഷത്തോടെ സംതൃപ്ത ജീവിതം നയിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം കാക്ക ഒരരയന്നത്തെ കാണുവാനിടയായി. ഈ അരയന്നം തൂവെള്ളയും ഞാൻ കരിക്കട്ട പോലെ കറുത്തതുമാണല്ലോ, കാക്ക ചിന്തിച്ചു. തീർച്ചയായും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി ഈ അരയന്നം തന്നെയായിരിക്കും. തൻ്റെ മനസ്സിൽ തോന്നിയത് അവൻ അരയന്നത്തോട് വെളിപ്പെടുത്തി. ഓ, തീർച്ചയായും, അരയന്നം പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ പ്രദേശത്തെ ഏറ്റവും സന്തോഷവാനായിരുന്ന പക്ഷി. 2 വർണ്ണങ്ങളുള്ള ഒരു തത്തയെ നേരിൽ കാണുന്നതുവരെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനായ പക്ഷി 2 വർണ്ണങ്ങളുള്ള ആ തത്ത തന്നെയായിരിക്കും. കാക്ക അപ്പോൾ തന്നെ ആ തത്തയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞു. തത്ത വളരെ വിഷമത്തോടെ ഇങ്ങനെ വിശദീകരിച്ചു. ഒരു മയിലിനെ കണ്ടുമുട്ടുന്നത് വരെയും ഞാൻ വളരെ സന്തോഷവാനായാണ് ജീവിച്ചത്. എനിക്ക് 2 നിറങ്ങളേ ഉള്ളൂ, പക്ഷേ മയിലിന് ധാരാളം വർണ്ണങ്ങളുണ്ട്. പിന്നീട് കാക്ക മയിലിനെ കാണുവാനായി മൃഗശാലയിലെത്തി. അപ്പോൾ അവിടെ മയിലിനെ കാണുവാനായി 100 കണക്കിന് ആൾക്കാർ സന്തോഷത്തോടെ കൂടി നിൽക്കുന്നത് കണ്ടു. ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞ് കാക്ക മയിലിനെ സമീപിച്ചു. പ്രിയ സുഹൃത്തേ, താങ്കൾ വളരെ സുന്ദരനാണ്. ദിനവും താങ്കളെ കാണുവാനായി 100 കണക്കിന് ജനങ്ങൾ വരുന്നു. ഈ ആൾക്കാർ തന്നെ എന്നെ കണ്ടാൽ ആട്ടിപ്പായിക്കും. താങ്കൾ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനും സന്തോഷവാനായ പക്ഷിയെന്ന് ഞാൻ കരുതുന്നു. മയിൽ പറഞ്ഞു, ഈ ഗ്രഹത്തിലെ ഏറ്റവും സുന്ദരനും സന്തോഷവാനുമായ പക്ഷി ഞാൻ തന്നെയാണ് എന്ന് എപ്പോഴും ചിന്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ സൗന്ദര്യം മൂലം ഞാൻ ഈ മൃഗശാലയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഞാൻ ഇവിടെ മുഴുവൻ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. അതിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അതെന്തെന്നാൽ ഇവിടെ ഒരു കൂട്ടിലും അടച്ചിട്ടില്ലാത്ത പക്ഷി കാക്ക മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുകയായിരുന്നു, കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ എല്ലായിടങ്ങളിലും എനിക്ക് പറന്ന് രസിച്ച് നടക്കാമായിരുന്നല്ലോ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെയും യഥാർത്ഥ പ്രശ്നം. നാം തന്നെ നമ്മളെ മറ്റുള്ളവരുമായി അനാവശ്യമായി താരതമ്യം ചെയ്യും, എന്നിട്ട് ദുഃഖിക്കും. സൃഷ്ടാവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് എന്താണെന്നും അതിൻ്റെ മൂല്യം എത്രത്തോളമാണെന്നും നാം തിരിച്ചറിയുന്നില്ല. തൻ്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സൃഷ്ടിയുടെ മുൻപിൽ നാം നമ്മെ തന്നെ വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ എല്ലായ്പ്പോഴും എടുത്തു കാണിക്കാതെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ സാധ്യതകൾ, കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ വിഭവങ്ങളും സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.